ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചിയും അനിയത്തിയും രണ്ട് തട്ടിലായി. ഇവരെ തമ്മിൽ എങ്ങനെ തെറ്റിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും എനിക്ക് വേണ്ടി നെല്ലിശ്ശേരിക്കാർ അത് ചെയ്തു. എവിടെ വരെ പോകുമെന്ന് നോക്കാം. ആൾമാറാട്ടം നടത്തി ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പെണ്ണ് മാറിയെന്നറിയുമ്പോ അവനിറങ്ങി ഓടാതിരുന്നാ മതി. അങ്ങനെ ഓടുവോ? എന്തായാലും അവൻ അവന്റെ അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കൊക്കെ എന്നെ കാണിച്ചു കൊടുത്തു. ഞാൻ ആ പെണ്ണെന്നും പറഞ്ഞു. അവന്റെ കിളി പോയി ബോധം കെട്ട് താഴെ വീഴാതിരുന്നാ മതിയായിരുന്നു. ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ചേച്ചി. ഇവളുമാര് രണ്ടുപേരും കൂടി ആകെ ടെൻഷൻ അടിച്ചിരിക്ക. എന്തിനാ ടെൻഷൻ? പെണ്ണ് മാറിയെന്നറിയുമ്പോ അവൻ ഇറങ്ങി ഓടിപ്പോകുമെന്നാ ആതിര പറയുന്നത്. അങ്ങനെ ഓടിപ്പോവോ ഏട്ടത്തി? പേടിക്കണ്ട, അതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. അത് മതി. ഏട്ടത്തി എല്ലാം കറക്റ്റ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. രണ്ടും കൂടി എല്ലാം കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം പോലും. വേഗം റെഡി ആയിട്ട് വാ. സ്നേഹ, നീ പോയി അവർക്കുള്ള ചായ റെഡിയാ. ശരി എടുത്തി. എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ. ഇമ്പോട്ട് വേണോ? ഇത് വേണ്ട. സുന്ദരിയായിട്ടുണ്ട്. ഇപ്പൊ വരാവേ. അവളെന്റെ അച്ഛന്റെ ചോരയാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോ അറപ്പ് തോന്നുന്നു. അച്ഛൻ ആത്മഹത്യ ചെയ്ത ശേഷം അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്തുനിന്ന് അവളെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ ഞാനാ. ആ നന്ദി പോലും അവൾ എന്നോട് കാണിച്ചില്ല. അവസരം നോക്കി അവൾ എന്റെ ശത്രുക്കളുടെ കൂടെ കൂടി എന്നെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു. നെല്ലിശ്ശേരിയിലുള്ളവരെക്കാളും എനിക്കിപ്പോ പക തോന്നുന്നത് അവളോടാ. ഇപ്പൊ വിനയചന്ദ്രന്റെ മകളുടെ കല്യാണം നെല്ലിശ്ശേരിക്കാർ മുന്നിട്ട് നിന്ന് നടത്തുന്നു. സ്വന്തം അച്ഛനോടും കുടുംബത്തോടും ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനെ ചെയ്യുമായിരുന്നു. വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടണം അവളെ. അല്ല, പെണ്ണുകാണൽ ചടങ്ങ് ഇപ്പൊ തുടങ്ങി കാണും. അല്ലെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തില് എപ്പോഴും നമ്മൾ ചതിക്കുന്നത് സ്വന്തം ചോര തന്നെയായിരിക്കും. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ ഇതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവളെ പ്രസവിച്ചത് നിന്റെ അമ്മയാണ്, എന്റെ നേർപ്പെങ്ങൾ. അച്ഛൻ മരിച്ചുപോയെങ്കിലും ആ സ്ഥാനത്ത് ഞാനുണ്ട്, അവളുടെ അമ്മാവൻ. ഞാൻ മരിച്ചുവിട്ടില്ലല്ലോ. നമ്മളെ രണ്ടുപേരെയും അറിയിക്കാതെ അവളുടെ വിവാഹം തീരുമാനിക്കാൻ നെല്ലിശ്ശേരിക്കാർക്ക് എന്ത് അധികാരമാണുള്ളത്? മൂർത്തി, അവളെ കെട്ടാൻ പോകുന്നതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. അതിനൊന്നും പ്രയാസമില്ല. ഇപ്പൊ തന്നെ ഞാൻ അതിനുവേണ്ടി ഏർപ്പാട് ചെയ്യാം. എന്നാ ചെല്ല്. എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ശരി. നമുക്കിപ്പോൾ തന്നെ പോയി അവളെ പിടിച്ചോണ്ട് വന്നാലോ? അത് വേണ്ട മാവാ. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു. പുകഞ്ഞ കൊള്ളി പുറത്ത്. അതാ എന്റെ തീരുമാനം. എന്നാലും അത് നമുക്കൊരു നാണക്കേടല്ലേ? നെല്ലിശ്ശേരിക്കാരുടെ മുമ്പില് നമ്മൾ തോറ്റുപോയിന്നാവില്ലേ? നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകളായിട്ടായിരിക്കും അവളിപ്പോ പെണ്ണ് കാണാൻ വന്നവരുടെ മുന്നിൽ ഒരുങ്ങി നിൽക്കുന്നത്. വന്ന ചെക്കനും ബന്ധുക്കളും സേതുമാവിന്റെ സമ്പത്തും പത്രസും കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ടാവും ഇപ്പോ. പക്ഷെ ആരുമില്ലാത്തവരാണ് അവളെന്ന് അവർ നാളെ മനസ്സിലാക്കും. അപ്പോ അറിയാം കെട്ടുന്നവന്റെയും കുടുംബത്തിന്റെയും യഥാർത്ഥ സ്വഭാവം. എന്റെ മനസ്സിൽ അനിയത്തിയുടെ സ്ഥാനത്തുനിന്ന് ഞാൻ അവളെ ഇരിക്കപ്പണ്ടം വെച്ച് പടിയടച്ചു പുറത്താക്കി കഴിഞ്ഞു. അവൾക്കിനി എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല.
ചേച്ചിയും അനിയത്തിയും രണ്ട് തട്ടിലായി. ഇവരെ തമ്മിൽ എങ്ങനെ തെറ്റിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും എനിക്ക് വേണ്ടി നെല്ലിശ്ശേരിക്കാർ അത് ചെയ്തു. എവിടെ വരെ പോകുമെന്ന് നോക്കാം. ഇവനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഇത് അവനല്ലേ? ഇവനെ അറിയാമോ? ഇവനെ ഞാൻ ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് സ്നേഹയുടെ കൂടെ കണ്ടിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പൊ അവളാണ് ഇതിന്റെ ഇടനിലക്കാരി. ഹരീഷ്, അങ്ങനെയാണ് ഇവന്റെ പേര്. ഇവന്റെ കുടുംബം, അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ അന്വേഷിച്ചിടത്തോളം അത്ര നല്ല സെറ്റപ്പ് അല്ല. ആവരുത്. ഒരു നല്ല ബന്ധം അവൾക്ക് കിട്ടരുത്. ഏതെങ്കിലും ഒരു തറ ലോ ക്ലാസ് ഫാമിലിയിലേക്ക് വേണം അവൾ കെട്ടിക്കയറി പോവാൻ. അനുഭവിക്കണം അവള്. ഈ പയ്യന് അച്ഛനില്ല, മരിച്ചുപോയി. അമ്മയും ഒരു ചേച്ചിയും ഉണ്ട്. ചേച്ചി ഡിവോഴ്സ് കേസുമായി വീട്ടിൽ വന്ന് നിൽക്കുക. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. അവളുടെ ലൈഫ് സൂപ്പറായി. ആ ഹലോ, നിന്റെ ഭാര്യയാണോടാ അവളുടെ കല്യാണ ബ്രോക്കർ? ആര് ബ്രോക്കർ ആയാലും കല്യാണം നടന്നാ പോരെ? എന്നാ അവളോട് പറഞ്ഞേക്ക് ഈ കല്യാണം നടക്കാൻ പോകുന്നില്ലാന്ന്. സ്വന്തം അനിയത്തിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? ആരുടെ അനിയത്തി? അവളെ ഇപ്പൊ എന്റെ ശത്രുവാ. അങ്ങനെ പറഞ്ഞ തീരുന്നല്ലോ രക്തബന്ധം. രക്തബന്ധം. തെരുവിലെ കൊടിച്ചുപട്ടികള് ഇതിനേക്കാൾ കൂടുതൽ നന്ദി കാണിക്കും. നന്ദേട്ടനും ഇവിടെയുള്ളവരെല്ലാം പറയുന്നത് ഇത് തന്നെയാ നിന്റെ കാര്യത്തില്. അയാളുടെ കണക്കും തീർക്കാൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അവന്തികെ, ഞാനൊരു കാര്യം പറയാം. കല്യാണം നടക്കാൻ പോകുന്നത് നിന്റെ അനിയത്തിയുടെയാ.